ഞാൻ ഇവിടെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴതൊന്ന് ഉടയ്ക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ. ഇതിപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി 2 ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടയ്ക്കേണ്ട, മിക്സിയിൽ വേണമെങ്കിൽ ഉടച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ചവയ്ക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് എടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ പഴം ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ഉടച്ചാൽ മതി. നല്ലോണം മിക്സിയിലിട്ട് പേസ്റ്റാക്കിയൊന്നും വേണ്ട. പേസ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പഴത്തിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറും. ഇനി ഈ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് ഒഴിക്കാം. ഈ പാത്രത്തിലേക്ക് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ആ മുട്ടയിലേക്കാണ് മുട്ടയുടെ മിക്സിലോട്ടാണ് ഈ പഴം ഇട്ട് കൊടുത്തത്. ഇതിന് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. മുട്ടയും പഴവും കൂടെയാണ് മിക്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കണം. 1 കപ്പ് റവയാണ് ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശേ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ല നനഞ്ഞ് വരണം, കൊവുന്നു. അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് കൊവുന്നുള്ളൂ. എന്നാൽ ആ മുട്ടയും പഴത്തിൻ്റെ ആ മിക്സ് എല്ലാ റവയിലും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ കുറേശ്ശേ ഇട്ട് ഇളക്കുന്നത്. അപ്പോൾ എല്ലാ റവയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് ഇളക്കിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ, നമ്മൾ ഈ റവ എടുത്ത കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ, അത് ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല. ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഈ പറഞ്ഞ കണക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. എന്നാൽ എല്ലായിടവും ഒരുപോലെ കിട്ടണം. ഇപ്പോൾ നമ്മളിതെല്ലാം നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇവിടെ കൊവുന്ന് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് വീണ്ടും ഒരു 5 ഈന്തപ്പഴം, 5 അണ്ടിപ്പരിപ്പ്, 5 ബദാം, അങ്ങനെ കുറച്ച് നട്ട്സൊക്കെ ആയിട്ട് ഇടയാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഉള്ള നട്ട്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇട്ടില്ലേലും ഒന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനും നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ചവച്ച് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ ഈന്തപ്പഴം ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഏത്തപ്പഴത്തിൻ്റെ ആ കറുപ്പുണ്ടല്ലോ മധ്യത്തെ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇച്ചിരി ഈന്തപ്പഴമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കറുപ്പ് അറിയത്തില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് കറുപ്പ് ഇരിക്കും. ഇതിന് ഞാൻ ഈ തയ്യാറാക്കിയ മാവ് ഞാൻ ഇലയിലോട്ട് പൊതിയാണ്. ഇങ്ങനെ പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇവിടെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇല ഇളക്കി ഇടാം. ഇപ്പോൾ നമ്മൾ ഇലയെല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ഈന്തപ്പഴവും പഴവും അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിനകത്ത് ചേർത്ത നട്ട്സൊക്കെ തെളിഞ്ഞ് കാണാം. അപ്പോൾ ഞാനിതിനകത്ത് മധുരമൊന്നും ചേർത്തിട്ടില്ല. മധുരം വേണമെന്നുള്ളൊരു പഞ്ചസാര ചേർക്കാം, ശർക്കര ചേർത്താലും ഒന്നുമില്ല. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടെ ഇത് ഇടേണ്ടതായിരുന്നു, ഞാൻ ഇട്ടില്ല. ഉപ്പ് ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ആ റവയ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് ഉപ്പിടണം. എന്നാലും ഇത് അറിയത്തൊന്നുമില്ല, ആ മധുരം പഴത്തിൻ്റെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം കൊണ്ട് അങ്ങനെ അറിയത്തൊന്നുമില്ല. എന്നാലും ഉപ്പിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും.